ഹിയറിംഗ് ലൈവ് സ്ട്രീം ചെയ്യണമെന്ന എൻ പ്രശാന്ത് IAS ആവശ്യം സർക്കാർ അംഗീകരിക്കില്ല. അച്ചടക്ക നടപടിയുടെ ഭാഗമായതിനാൽ രഹസ്യ സ്വഭാവം വേണമെന്ന് സർക്കാർ പറഞ്ഞു. ഈ മാസം 16-നാണ് പ്രശാന്തിന് ഹിയറിംഗ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, വിവരങ്ങൾ. ഉദ്യോഗസ്ഥരെയും ഒപ്പം തന്നെ തന്റെ ഒപ്പം ജോലി ചെയ്യുന്ന സീനിയർ ഉദ്യോഗസ്ഥരെയും സമൂഹ മാധ്യമങ്ങൾ വഴി അധിക്ഷേപിച്ചെന്ന ആരോപണത്തിലാണ് പ്രശാന്തിനെതിരെ പരാതികൾ ഉയർന്നത്. ഈ സാഹചര്യത്തിലാണ് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഹിയറിംഗിന് വിളിച്ചത്. ഹിയറിംഗിന് വിളിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഒരു വിചിത്ര ആവശ്യവുമായി പ്രശാന്ത് തന്നെ രംഗത്തെത്തുകയായിരുന്നു. IAS ഓഫീസറായ എൻ പ്രശാന്ത് കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ചൊരു പബ്ലിക് ഹിയറിംഗ് നടത്തുമ്പോൾ അത് ലൈവ് സ്ട്രീമിംഗിലൂടെ പുറത്തുവിടണം, പൊതുജനങ്ങൾ ഇത് കേൾക്കുകയും അറിയുകയും വേണമെന്നൊരു ആവശ്യം സർക്കാരിന് മുമ്പിലേക്ക് വെച്ചത്. പക്ഷേ ഹിയറിംഗിന്റെ ഓഡിയോയും വീഡിയോയും റെക്കോർഡ് ചെയ്യണമെന്ന ഈ ആവശ്യമാണ് ഇപ്പോൾ സർക്കാർ നിരസിച്ചിരിക്കുന്നത്. ലൈവ് സ്ട്രീമിംഗിലൂടെ പൊതുജനത്തെ ഈ കാര്യങ്ങൾ കാണിക്കണമെന്ന ആവശ്യമാണ് സർക്കാർ അംഗീകരിക്കാതെ തിരിച്ച് മറുപടി നൽകിയിട്ടുള്ളത്. പ്രശാന്ത് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സർക്കാർ തലത്തിൽ കത്ത് നൽകിയിരുന്നു. ഈ കത്ത് ഇപ്പോൾ സർക്കാർ മടക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥനെ നവമാധ്യമങ്ങൾ വഴി അധിക്ഷേപിച്ചെന്ന ആരോപണത്തിൽ സസ്പെൻഷനിലായ പ്രശാന്തിനെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ചീഫ് സെക്രട്ടറി ഹിയറിംഗിന് വിളിച്ചത്. ഈ മാസം 16-ന് വൈകിട്ട് 4:30-നാണ് ഹിയറിംഗിന് വിളിച്ചിട്ടുള്ളത്. ആ 4:30-ന് നടത്തുന്ന ഹിയറിംഗ് പൊതുജനങ്ങൾ അറിയാൻ വേണ്ടി ലൈവ് സ്ട്രീമിംഗിലൂടെ ഓഡിയോയും വീഡിയോയും അടക്കമുള്ളവ പുറത്തുവിടണമെന്നൊരു ആവശ്യമാണ് എൻ പ്രശാന്ത് മുന്നോട്ട് വെച്ചത്. ആ ആവശ്യമാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ തിരിച്ചടിക്കുകയും ഒപ്പം തന്നെ അത് അംഗീകരിക്കില്ല എന്നുള്ള മറുപടി എൻ പ്രശാന്തിന് നൽകുകയും ചെയ്തിട്ടുള്ളത്. നിഖിൽ, ശരി ശാലിനി, ഹിയറിംഗ് ലൈവ് സ്ട്രീം ചെയ്യണമെന്ന എൻ പ്രശാന്ത് IAS ആവശ്യം സർക്കാർ അംഗീകരിക്കില്ല. അച്ചടക്ക നടപടിയുടെ ഭാഗമായതിനാൽ രഹസ്യ സ്വഭാവം വേണമെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. ഈ മാസം 16-നാണ് പ്രശാന്തിന് ഹിയറിംഗ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശാലിനി.